ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആയിട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാഗി നമുക്ക് വലിയവർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്നാക്സ് ആക്കി എടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ്. ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ലൈറ്റ് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചീശ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നേരാത്ത രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ തന്നെ കുറച്ചീച്ച വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തുക്കണം കേട്ടോ. ഇനി നല്ലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒറ്റ സവോള, ചെറുതായിട്ടൊരു സവോള അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ അരിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഞാൻ സിമ്പിൾ മസാല ആയിട്ടാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര സ്പൈസിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല കുറച്ച് എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് മുളകും പൊടി അതേപോലെ തന്നെ കുരുമുളകും പൊടിയൊക്കെ ചേർത്ത് നല്ല എരിവിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പച്ചവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്ക് തിളക്കാനും വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നൂഡിൽസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല തീ കുറച്ചതിന് ശേഷം സ്ലോവിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ല തീയിലാണ് നമ്മൾ വേവിച്ചെടുക്കണമെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി പോകുകയും ചെയ്യും, നമ്മൾ നൂഡിൽസ് ഒന്നും വെന്ത് കിട്ടൂല. അപ്പോൾ തീ കുറച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകയാണെന്ന് നൂഡിൽസ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിക്കണേ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ തന്നെ ഫുള്ളായിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് അയക്കണം. ഇനി നമുക്കിതൊന്ന് വാങ്ങി ഒന്നിങ്ങോട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറിന് ശേഷമാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലെ വലുപ്പത്തിലെ ഉരുളകളാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്ത് ഇനി അതിത് ചെറിയൊരു ഉരുളെടുക്കുക. അതേപോലെ തന്നെ കല്ലിലിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എത്രയാണോ നമുക്ക് വലുപ്പത്തിലെ പത്തിരി വേണ്ടത് അതിനനുസരിച്ച് പരത്തിയെടുക്കുക. വളരെ നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല സ്കിന്നായിട്ട് പരത്തിയെടുക്കുമ്പോഴേ നമ്മൾ പത്തിരിക്കും അതേപോലെ തന്നെ സ്നാക്സിനും അതേപോലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ പതിരി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മാഗി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ 2 ഭാഗം അതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നല്ലോണം റോൾ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഫുള്ള് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റോളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കോഴിമുട്ടയിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല, വെറും ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ളൂ. അതിലൊന്ന് മുക്കിന് ശേഷം അതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. ബ്രെഡ് ക്രംസ് എല്ലായിടത്തേക്കും ഒന്ന് ആവണ രീതിയിൽ നല്ലോണം ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടും ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ച് കോരണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഉള്ളൊന്ന് വെന്ത് പോലെ പെട്ടെന്ന് ബ്രെഡിൻ്റെ ക്രംസ് ആയതുകൊണ്ട് മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആവുകയും ചെയ്യും, ഉള്ളുഭാഗം വേവാത്ത രീതിയിലാവുകയും ചെയ്യും. അപ്പോൾ തീ കുറച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ മൊരിപ്പിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടിപൊളി മാഗി റോഡ് ഇവിടെ റെഡി ആക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റെസിപ്പി ഇനിയും വരട്ടോ.